നമുക്ക് ഒരു ബ്രദർ എന്നുള്ള നിലയിലാണ് അവളെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ പുറത്തുള്ളവർ അത് അങ്ങനെ കോംബോ ആയിട്ട് ഈ ബിഗ് ബോസിൽ അങ്ങനെ ഒരു കോംബോ എപ്പോഴും ഒരു. അതെ, ഈ ഒരു സെക്ഷനിൽ വന്നതിൽ ഏറ്റവും ഇപ്പൊ നിന്നൊരു സമയം സ്റ്റേജ് ഏറ്റവും ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയം അനുമോള് ശരിക്കും ഏതായിരിക്കും? ആദ്യ സമയം, ആദ്യത്തെ ഗിസയിലായിട്ടുള്ള ഫൈറ്റിൽ അമ്മയെ കാണണം, എല്ലാരും കൂടെ ഗ്യാങ് ആയി അവൾ ഒറ്റപ്പെടുത്തിയില്ലേ ഭയങ്കരമായിട്ട്. ആ സമയത്ത് നല്ലപോലെ അവള് കൺഫെഷൻ റൂമിൽ നിന്ന് പറഞ്ഞു അമ്മയെ കാണണം, കരയണമെന്ന്. പക്ഷെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരിക്കൽ പോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഫാമിലി റൗണ്ടിൽ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും? അത് എനിക്ക് തോന്നുന്നു അല്ലേ, ഈ 16 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത് ബിന്നിയാണ് അവിടെ. അല്ലാതെ വേറെ ആരും ഇവിടെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു പോയതെല്ലാം ഹാപ്പി ആയിട്ടാ പോയതായി ഞാൻ കണ്ടതല്ലേ. ഇല്ല ഇല്ല, എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ട് പോയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇത്ര കണ്ടസ്റ്റൻസിന് ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പെട്ടെന്ന് ചോദിക്കും, അത് ആരെയാണ് തോന്നുന്നേ എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് പറയണം. ഓക്കെ, സീസൺ കേറുമ്പോ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം സീസൺ കഴിയുമ്പോ നഷ്ടപ്പെടുന്ന ഒരാൾ ആരായിരിക്കും? അത് നെവിനായിരിക്കും. നെവിനാണ്. സീസൺ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ ഇഷ്ടം, അവന്റെ കോമഡി എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിലുള്ളവരല്ലേ 8 പേരിലല്ലേ? നിലവില് 8 പേരല്ലെങ്കിൽ സീസൺ മൊത്തം നോക്കാന്ന് പറയാം. സീസൺ മൊത്തം പറയാം, നെവിനായിരിക്കും. ഓക്കെ, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം ഇറങ്ങുമ്പോണ്ടാവും. ആൻഡ് കഴിഞ്ഞു വരുന്ന സമയത്ത് അമ്മമാരുടെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? കാരണം ഞങ്ങൾക്കൊക്കെ പേഴ്സണലി വരുന്ന മെസ്സേജസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളമാണ് അനുവിന് ഇഷ്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവള് ലൈവിൽ കരയുമ്പോ കൂടെ കരയും, പേഴ്സണലി മെസ്സേജസ് വരും, വോയിസ് നോട്ട്സ് വരും ഇൻസ്റ്റയിലൊക്കെ. ഞാൻ ഇപ്പൊ ഇവിടെ വരുന്നതിന് മുന്നേ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് എന്റെ അടുത്ത് കുറെ ഇങ്ങനെ ചേച്ചി ഇന്നലെ എന്തൊക്കെയാ ഉണ്ടായത്, അനുസരിച്ച് എനിക്ക് സങ്കടം വന്നു, എന്റെ കണ്ണ് നിറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് റിയാക്ട് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വിങ്ങിയിട്ടാണ് അത് പറയുന്നത് മൊത്തം. കട്ട് ചെയ്ത് വെച്ചിട്ടാ വന്നത്. പിന്നെ ചില പ്രായമുള്ള അമ്മമാരുടെ മെസ്സേജസ് ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് ബിഗ് ബോസ് കണ്ടിട്ട് വന്നൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഇപ്പൊ സീരിയലിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ഇഷ്ടം നിലനിൽക്കുന്ന ഏതാ ശരി? മുൻപ് ഉള്ള ഇഷ്ടമാണ്. അപ്പൊ അവരത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പഴയ പ്രോഗ്രാം മുതൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു അനുമോള്, ആ സപ്പോർട്ട് നമ്മൾ ഇനിയും കൊടുക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, അമ്മയോടും അച്ഛനോടും പറയണം ടെൻഷൻ അടിക്കരുത് എന്ന്. വിളിച്ചു കൊച്ചുവേലിന്ന് ആന്റി വിഷമിക്കല്ലേ ആന്റി, ഇതൊരു ഗെയിമാണ് ആന്റി, ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ, അന്നേരം ആന്റി ഒന്ന് വിഷമിക്കാതെ ഇരിക്കണേന്ന് പറഞ്ഞു. അമ്മമാരുടെ അനുമോളായിരിക്കും, മാറ്റില്ല. ഓക്കെ, കൂടുതൽ ഉദ്ഗാനങ്ങൾ കിട്ടുന്ന ആർക്കായിരിക്കും? കാരണം എനിക്കിപ്പോ തന്നെ 1-2 കോൾസ് വന്ന് ഫാൻസ് ഗ്രൂപ്പിലേക്കൊക്കെ എവിടെന്നോ നമ്പറൊക്കെ കിട്ടി എന്നെ വിളിക്കുന്നുണ്ട്. അവിടെ നിന്നകത്ത് പല ഇതുണ്ട്, കുത്തിത്തിരിപ്പുകൾ പറയുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ പറയുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണകൾ നടത്തിയിട്ട് മാറി നിന്നൊക്കെ കണ്ടു രസിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ നമ്മള് ഓരോ ദിവസം ഇങ്ങനെ മാറി വരുമോ? എന്നാൽ കൂടുതൽ അങ്ങനെ തെറ്റിദ്ധാരണകൾ അവിടെ അകത്ത് പരത്തി എന്ന് തോന്നുന്ന ഒരാളായിരിക്കും. ഓൾറെഡി ആരായിരുന്നു? തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അതൊക്കെ പോയില്ല. ഈ 16 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത് പിന്നെയാണ്. അതാണ് നമുക്ക് വിഷമിപ്പിച്ച ഒരു വാക്ക്. ഇതാണ് ഞാൻ അത് പുറത്ത് വന്നിട്ടും അതിനെ നമ്മള് ഭയങ്കരമായിട്ട് അത് ഇപ്പോഴും ഉണ്ട്. അവൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അത്രയും കാശ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛന്റെ കാലിൽ മുട്ട് സർജറി ഞാൻ ഇതിന് മുന്നേ ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് പരിചയക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്ര പൈസ കൊടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ ഇന്നും പറഞ്ഞു മക്കൾക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, 14 ലക്ഷം കൊടുത്തിട്ടില്ല, ഇനി എന്തിനാ നമ്മൾ വോട്ട് ചെയ്യണമെന്ന്. ആണോ? ഓ, ഈ പറഞ്ഞ ബിന്നിക്ക് PR ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ, എല്ലാവർക്കും PR ഉണ്ട്. അത് മറച്ചു വെച്ച് പറയാനൊക്കെ അത് ഫെമിലിയർ അല്ലാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഇതൊന്നും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് പൈസ കൊടുത്ത PR വോട്ട് പഠിച്ചു തരും, എനിക്കറിയില്ല. ഉദ്ദേശിക്കുന്നത് വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. വോട്ട് കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ വോട്ട് ചോദിക്കാൻ ആരുടെയെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ റിലേറ്റീവ്സിന്റെ ചോദിക്കുമ്പോൾ പറയും ശരിക്കും അകത്ത് അങ്ങനെ ഒരു PR അല്ലെങ്കിൽ ആരെയും ഏൽപ്പിച്ച് പേജുകളൊന്നും ഏൽപ്പിച്ച് പോരാതെ നിൽക്കുന്ന ഒരാൾ തോന്നുന്ന ഒരാളായിരിക്കും. ആരുമില്ല.
ആരുമില്ല, എല്ലാവർക്കും ഉണ്ട് പേജും കാര്യങ്ങളും ഉണ്ട്. നമ്മളെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ഇറങ്ങുന്നതും അല്ലെ കട്ടിങ്സും വീഡിയോസ് ഇറങ്ങുന്നത് മറ്റുള്ളവർക്കാണെന്ന് തോന്നുന്നു. അനിഷിടം പറഞ്ഞത് എനിക്ക് PR കുറിച്ച് അറിയില്ല എന്ന് പറയാൻ യാഥാർത്ഥ്യം തോന്നുന്നുണ്ടോ? അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ പറയണതായിരിക്കാം. അനുവിന് വലിയ കള്ള ഒളിപ്പിച്ച് വെക്കാൻ അറിയില്ല. മീൻസ് എന്താണ് മീൻസ് അവള് വർക്കിനെ കൊടുത്തിട്ടുണ്ട്, അത് PR ആണോ അതാണോ അപ്പൊ ഇതാണെന്ന് അവർക്ക് മനസ്സിലുള്ളത് അത് പറയുള്ളൂ. എന്തായാലും പോയപ്പോഴേ ഞങ്ങള് പറഞ്ഞ കാര്യമാണ് ഈ തുറന്ന പുസ്തകമാണ് അവള്. ആരെങ്കിലും ഒരു 5 മിനിറ്റ് ഇരുന്ന് മോളെ ചക്കരയൊക്കെ വിളിച്ച് പറഞ്ഞു അതിലെ ഫിഷ് കണ്ടു. എല്ലാ കാര്യം ഞാൻ ഇപ്പം പറയും, ഇട്ട് കൊടുക്കും ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ ഇന്നലെ ഭീഷണിപ്പെടുത്തിയവളെ. ഈ വന്ന് ശരിക്കും ഭയങ്കര തോന്നുന്നു ബിഗ് ബോസിനകത്ത് ശരിക്കും തുറന്ന പുസ്തകം ആവണോ അതാവരുത് ഒരിക്കലും അതല്ല, വരട്ടെ ഇങ്ങോട്ട്. ഇതൊക്കെ വീട്ടിലെ കാര്യമില്ല. തുറന്നു പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുക. അങ്ങനെയാണ് അവളെ ക്യാരക്ടർ. 2 ദിവസം ഇഷ്ടത്തിലായ പിന്നെ എല്ലാം ഓപ്പണായിട്ട് പറയും. കണ്ടത് കണ്ടസ്റ്റൻസിലെ ഇതുപോലെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഒരാളായിരിക്കും. അവിടെ നിന്ന് പോയവരെ പറയാലോ. ഓനിയില് അഭിലാഷ് നല്ലത്. അഭിലാഷിനാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അഭിലാഷായിരുന്നു. ചേട്ടനും നമുക്ക് നല്ലൊരു ബ്രദറിനെ പോലെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്തു. അതെ, അമ്മയുടെ ഫേവറേറ്റ് അഭിലാഷാണ്. ചേച്ചിക്ക്? എനിക്ക് അഭിലാഷായിരുന്നു. അഭിലാഷാണ്. അഭിലാഷിന് വോട്ട് കൂടുതലാണ്. ഇവിടെയാ ഞാൻ വിചാരിച്ചാലും മുകളിൽ പറയുന്നത് എന്തിനു ചോദിച്ചു അങ്ങനെ ഫേവറേറ്റ്സ് ആയിട്ടൊന്നും ഇല്ല. ആക്ച്വലി ആരും തന്നെ ഇല്ല. അമ്മക്ക് ഇഷ്ടം, നല്ല ഇഷ്ടമായിരുന്നു. മോനെ പോലെ അല്ലെ അമ്മ ഭയങ്കര വിഷമമായിരുന്നു. അതിലേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അനുവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ ആദ്യം കുറച്ച് നാൾ ഉണ്ടായിരുന്നതുകൊണ്ടും കൂടെ ആയിരിക്കാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അകത്ത് ഉണ്ടാവേണ്ട ഒരാളാണ്, ഇപ്പൊ ആൾ പുറത്താണ്. അങ്ങനെ തോന്നിയ ഒരാളാണ്. ആളിപ്പോഴും അകത്ത് ഉണ്ടാവേണ്ടതാണ്. കളിക്കാനായാലും സ്മാർട്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഔട്ടായി നമുക്കറിയില്ല. നല്ല ഇപ്പൊ അവൻ പിണക്കമായാലും കുറച്ച് എല്ലാവരുടെയും വന്ന് മിണ്ടും. പക്ഷെ ഇത് അവളുടെ ആയാലും പിണക്കത്തിലായാലും കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നവൻ കുസൃതി കാട്ടി അവൻ ഒരു നല്ല ഒരു ഇതായിരുന്നു. ആര്യനാണ് എനിക്കിപ്പോ തോന്നിയത്. ആര്യൻ കുറച്ചുകൂടെ മുന്നോട്ട് പോവുമായിരുന്നു. ഈ അകത്ത് ഇപ്പൊ പറഞ്ഞു പുറത്ത് ആണ് ആള്, പക്ഷെ അകത്ത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അകത്തുണ്ട് ഇയാള്, പക്ഷെ പുറത്ത് പോകേണ്ടതായിരുന്നു. നമുക്ക് ഫീൽ ചെയ്ത രീതിയിലേക്ക് പറയാം. എനിക്ക് തോന്നുന്നു ആള് പാവമാണ്, പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സൗനാള് പാവമാണ്, പക്ഷെ കണ്ടന്റ് കൊടുത്ത് കൂടുതൽ നമുക്ക് ഇത് സ്ക്രീൻ സ്പേസ് കിട്ടുന്നവരല്ലേ ഏറ്റവും കൂടുതൽ അവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇല്ലാത്തവരല്ലേ പുറത്ത് പോയിട്ടുള്ളവരും. അങ്ങനെ വെച്ച് നോക്കുവാണെ സൗമോനെ ഇഷ്ടമാണ് നമുക്ക്. പക്ഷെ ആ രീതി ചിന്തിക്കുവാണെ ഫിനാലിലേക്ക് അടുക്കാണ്. അതിന് മുമ്പ് കിട്ടുന്ന നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഒരു ടൈറ്റിൽ വിന്നറിനാണ് പ്രൈസ് മണി കിട്ടുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റണ്ണർപ്പോ അല്ലെ ഫസ്റ്റ് റണ്ണർപ്പോ ആണെങ്കിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ കിട്ടുന്ന ഒരു ഓഫർ പണപ്പെട്ടി എടുക്കലാണ്. പ്രൈസ് മണി എമൗണ്ട് കുറഞ്ഞോണ്ടിരിക്കുക. അതെ അതെ, ഇപ്പോഴത്തെ ഇനിയുള്ള ഒരു ഓപ്ഷൻ സംഭവം എന്നുള്ള രീതിയിലേക്ക് അതാണ്. അപ്പൊ അങ്ങനെ എടുക്കും എന്ന് പറഞ്ഞ 1-2 പേര്, ഇപ്പൊ ആദിലാണെങ്കിലും നെവിനാണെന്നുള്ള സംഭവമാണ്. പക്ഷെ ആദ്യമായിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള സാധനം നെവിന് തോന്നിയത് മുമ്പുള്ളൊരു സീനായിട്ട് പ്രത്യേകിച്ച് ബെഡിൽ വെള്ളം ഒഴിച്ച സംഭവം. പിറ്റേ ദിവസം വീണ്ടും മിണ്ടുന്നു. അറിയാം, ഒരു ദിവസം അടിയാണെങ്കിൽ പിറ്റേ ദിവസം മിണ്ടുന്നു. ആ ഒരു കാരണത്തിന്റെ പേരിൽ അത് ക്യാൻസൽ ചെയ്യണം, അത് വേണ്ടിയിരുന്നില്ല. കുറച്ചുകൂടെ ഗെയിം കളിച്ചാൽ മുന്നോട്ട് വരാൻ വേണ്ടി കൊടുത്തതായിരിക്കണം മിക്കവാറും. അത് ടോപ്പ് 5 എത്താൻ വേണ്ടി ചിലപ്പോ ആ ഒരു അല്ലെ അവന്റെ ഗെയിം ഒക്കെ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് വന്നാൽ അവനാണ് നല്ലത്.